അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ. ഇതിന് മെയിനായിട്ടും വേണ്ടത് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സുമാണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിലേക്ക് ഇമ്പിളി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മുരിഞ്ഞു പോരുത്, ഒരു പകുതി മുക്കാൽ വേവ് മതി. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതേപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, കുഴപ്പമില്ലാത്തവർക്ക് ഇച്ചിരി സോയാ സോസും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ മെയിനായിട്ടുള്ള ചില്ലി ഫ്ലേക്സ്, അതും എരിവ് കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ടാൽ മതി, അല്ലാത്തവർ അതിനനുസരിച്ച് ഇടുക. ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത ചിക്കൻ പീസുകളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് അതിനകത്ത് ഇട്ട് കൊടുക്കണം. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എരിവ് നോക്കിയിട്ട് മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടൊമാറ്റോ സോസ്, അതും ആവശ്യത്തിന് അനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് എടുത്തത്. പിന്നെ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടാട്ടം റെഡി.